നമ്മൾ സെക്ഷൻ 3 പറഞ്ഞിരുന്ന സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് എന്നുള്ള ആ സെക്ഷൻ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ നമ്മളതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി അതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ് പറയുമ്പോൾ ജനറൽ സൊല്യൂഷനും ഫണ്ടമെൻ്റൽ സൊല്യൂഷനൊക്കെ ഏതൊക്കെയാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? എ പൈ ഡബിൾ ഡാഷ് പ്ലസ് ബി പൈ ഡാഷ് പ്ലസ് സി വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതായിരുന്നു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എ എം സ്ക്വയർ പ്ലസ് ബി എം പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്നായിരുന്നു അല്ലേ. ഇപ്പം നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ടാണ് വരുന്നതെങ്കിൽ, രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് M1 M2 വരുന്നെങ്കിൽ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് e⁻m1t യും e⁻m2t ആയിരിക്കും. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു c1 e⁻m1t പ്ലസ് c2 e⁻m2t എന്നായിരിക്കും. ഇനി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് രണ്ട് കോംപ്ലക്സ് റൂട്ടാണ് കിട്ടുന്നതെങ്കിൽ, ഇതൊക്കെ കോംപ്ലക്സ് റൂട്ട് M1 ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ബീറ്റയും M2 ഈക്വൽ ടു ആൽഫ മൈനസ് ഐ ബീറ്റയും ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് e⁻α_t ഇൻറ്റു കോസ് ബീറ്റ ടി എന്നും e⁻α_t ഇൻറ്റു സൈൻ ബീറ്റ ടി എന്നും ആയിരിക്കും. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു e⁻α_t ഇൻറ്റു എ കോസ് ബീറ്റ ടി പ്ലസ് ബി സൈൻ ബീറ്റ ടി എന്നായിരിക്കും. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് രണ്ട് റിയൽ ഡബിൾ റൂട്ടാണ് വരുന്നതെങ്കിൽ, ഓക്കെ, അപ്പോൾ അവിടെ കുറച്ച് പറയാനുണ്ട്. നിങ്ങൾക്ക് റിയൽ റൂട്ടാണ് വരുന്നതെങ്കിൽ എം എന്ന് പറയുന്നത് ഒരു റിയൽ ആയിട്ടുള്ള ഡബിൾ റൂട്ട് ഈ റിപ്പീറ്റ് ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ എം ഇവിടെ ഈസ് ഈക്വൽ ടു -b/2a എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരികയെന്ന് നോക്കാം. നമുക്ക് റൂട്ട് എം ഈസ് ഈക്വൽ ടു എന്താ വരിക? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമുക്ക് രണ്ട് ഈക്വൽ റിയൽ റൂട്ട് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ഈ ടേമാണ് 0 ആയി പോവില്ലേ. പിന്നെ ഇവിടെ ബാക്കി എന്താ ഉണ്ടായിരിക്കുള്ളൂ? -b/2a എന്ന് പറയുന്ന ടേം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? എം എസ് ഈക്വൽ ടു -b/2a എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് e⁻mt എന്ന് പറയുന്നതും t(e⁻mt) എന്ന് പറയുന്നതായിരിക്കും. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു c1 പ്ലസ് c2t e⁻mt എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് റിസൾട്ടും വൃത്തിക്ക് പഠിച്ചു വയ്ക്കുക. ഈ ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഓരോന്നിൻ്റെയും ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസും അതിൻ്റെ ജനറൽ സൊല്യൂഷൻസും എന്ത് ചെയ്യുക? പഠിക്കാം. ഓക്കെ, ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പഠിക്കണം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ പറയാനുള്ളത്.